ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്യൂ ആയിട്ട് നടക്കുന്ന ഒരു പരിപാടിയാണ് നമ്മുടെ പ്രീ ആക്ടിവേറ്റഡ് ഫോൺസ്, സ്മാർട്ട് ഫോൺസുകൾ നമുക്കിപ്പോൾ ഓൺലൈൻ ആയിക്കോട്ടെ ഓഫ്ലൈൻ, ഏറ്റവും കൂടുതൽ ഓഫ്ലൈൻ എന്ന് വേണമെങ്കിൽ പറയാം, കിട്ടുന്നത് ഒരു പരിപാടി. എസ്പെഷ്യലി ഐഫോൺസ് ആയിക്കോട്ടെ, സാംസങ്ങിൻ്റെ ഡിവൈസ് ആയിക്കോട്ടെ, വിവോ എക്സ് സീരീസ് ഫോണുകളായിക്കോട്ടെ. അപ്പോൾ അങ്ങനെ പല പല ബ്രാൻഡുകൾ മോഡൽ ഇപ്പോൾ പ്രീ ആക്ടിവേറ്റ് ആയിട്ട് ഫോൺ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിന് എന്തൊക്കെ ചെയ്യണം, നിങ്ങൾ എവിടെ നിന്നൊക്കെ വാങ്ങിക്കണം, അതിൻ്റെ ഒരു ഡീറ്റെയിൽ ഒരു ക്വിക്ക് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ഭയങ്കര ലെങ്തി എന്താ പറയുക സംഭവമൊന്നുമല്ല. അപ്പോൾ പെട്ടെന്നായിട്ട് തന്നെ സംഭവങ്ങൾ ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മുടെ ഇത്രയും ഫോൺ ഞാൻ മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോംസ് വാങ്ങിച്ചിട്ടുണ്ട്. ആമസോൺ വാങ്ങിച്ചിട്ടുണ്ട്, ഫ്ലിപ്കാർട്ട് വാങ്ങിച്ചിട്ടുണ്ട്, ഇൻസ്റ്റാമാർട്ട് വാങ്ങിച്ചിട്ടുണ്ട്, അങ്ങനെ മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോംസ് വാങ്ങിച്ചിട്ടുണ്ട്, ഓഫ്ലൈൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് അതിന് നമ്മളൊരു എക്സ്പീരിയൻസ് നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും വീട്ടിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ മൂന്നാമത്തെ ചാനലാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ മെയിൻ ചാനലുണ്ട് വേറെ, ഗുഡ് ഹാപ്പൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ മറക്കണ്ട. ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ എന്നെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാരണം പറയുക എൻ്റെ പരിചയം, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മൾ ടെക് ഫിനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, ഫോളോ ചെയ്യാൻ മറക്കണ്ട. ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇതിപ്പോൾ കുറേ ഉടായ്പ നടക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് റീസെൻ്റ്ലി തന്നെ ആമസോണിൻ്റെയും ഐഫോണിൻ്റെയും സാംസങ്ങിൻ്റെ തന്നെ പല പല വീഡിയോസുകളും ഇങ്ങനെ വൈറലായി ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ അതിൻ്റെ ബോക്സ് പൊട്ടിച്ചിട്ട് അതിൻ്റെ ആ സ്റ്റിക്കർ അടക്കം നമുക്ക് സെപ്പറേറ്റ് വേറെ വാങ്ങിച്ചിട്ട് ഒട്ടിക്കാൻ പറ്റും. അപ്പോൾ അതങ്ങനെ പുതിയതാക്കി വിൽക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ സാംസങ്ങിൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ ഒരു ബൾക്കായിരുന്നു കൊടുക്കുക. അപ്പോൾ ഈ സെല്ലർമാർക്ക് ആക്ച്വലി ഒരു ടാർഗറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ പേര് പ്രീ ആക്ടിവേറ്റ് ചെയ്തിട്ട് വിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പോയിന്റ്സുകളാണ് നമ്മൾ ആദ്യം പറയേണ്ടത്. അതുകൊണ്ട് ബാക്കി എന്നെ കുറിച്ചിട്ട് വലിയ ഡീറ്റെയിൽഡ് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. നമ്മൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് എന്താ വേണ്ടത്, ഫ്രഷ് സാധനം കിട്ടണം, ആക്ടിവേറ്റർ ആവാത്ത സാധനം കിട്ടണം. അതാണല്ലോ നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ വിവോ, സാംസങ്ങിന് കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. ആപ്പിൾ ആയിക്കോട്ടെ, ഐഫോൺ ആയിക്കോട്ടെ, വിവോൻ്റെ സീരീസ് ഫോണുകളായിക്കോട്ടെ, ഓപ്പോ സീരീസ് ആയിക്കോട്ടെ, ഓൺ പ്ലസ് ആയിക്കോട്ടെ, മോട്ടോറോള ആയിക്കോട്ടെ, ഇപ്പോൾ ഇതിനെല്ലാ ഫോണുകൾക്കും, അതുപോലെ തന്നെ എക്സെപ്റ്റ് സാംസങ്ങിൻ്റെ ഒരു പ്രശ്നമുണ്ട്. സാംസങ്ങിൻ്റെ ഞാൻ കാര്യം പറയാം. ഇതിനെല്ലാ ഫോണുകൾക്കും നമുക്ക് IMEI നമ്പർ നോക്കിയിട്ട് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൂടെ നമുക്കിത് ആക്ടിവേറ്റഡ് ആയിട്ടുള്ള ഡേറ്റും സംഭവങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഏറ്റവും നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം. നിങ്ങൾക്ക് ആ ബോക്സ് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ IMEI ഒക്കെ കിട്ടും, IMEI നമ്പറൊക്കെ കിട്ടും. പ്രൈമറി IMEI അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് കോപ്പി ചെയ്ത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സുഖമായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും ആക്ടിവേറ്റർ ആണോ, എന്നാണ് ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നത്, അതൊക്കെ അറിയാൻ പറ്റും, അണ്ടർ വാറണ്ടി ആണോ. അപ്പോൾ ഇങ്ങനത്തെ ഈ മോഡലുകൾ ഫോൺ വാങ്ങിക്കുന്നുള്ളവർക്ക് ഇത് ആദ്യം നിങ്ങൾ ചെയ്യേണ്ട സംഭവം. ബോക്സ് നോക്കുക, ഫോൺ ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ അത് നോക്കുക, എന്നിട്ട് അതിന് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ബോക്സ് നോക്കിയിട്ട് അടിച്ചു കൊടുക്കുക. പിന്നെ നോക്കേണ്ടത് ബോക്സ് മറ്റേ IMEI നമ്പറും അതുപോലെ തന്നെ ഫോണിൻ്റെ IMEI നമ്പറും സെയിം ആണെന്നാണ്. അതിന് ഫോൺ ഓൺ ആക്കണം, അത് വേറെ കാര്യം. അത് ഓൺ ആക്കിയെങ്കിൽ അതും നോക്കുക. അത് ഓൺലൈൻ ആയിക്കോട്ടെ ഓഫ്ലൈൻ ആയിക്കോട്ടെ. എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ഇപ്പോൾ ഓഫ്ലൈൻ നടക്കുന്നുണ്ട്, അതാണ് മെയിൻ കാരണം. പിന്നെ നമ്മുടെ എന്താ പറയുക, സാംസങ്ങിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഈ IMEI നമ്പർ അടിച്ചു കൊടുത്തിട്ട് അതിങ്ങനെ നോക്കാനുള്ള ഒരു പരിപാടി സാംസങ് തന്നിട്ടില്ല. ആക്ച്വലി ഇവരുടെ സാംസങ് അക്കൗണ്ടിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് നോക്കാൻ പറ്റും. അതല്ലാണ്ട് കുറച്ച് പ്രശ്നമാണ് സാംസങ്ങിൻ്റെ. അത് ഇവർ മാറ്റേണ്ട സമയം കഴിഞ്ഞു. അപ്പോൾ ആക്ച്വലി ഇത് ഫോൺ ഓൺ ചെയ്തിട്ട് നമുക്ക് ആക്ച്വലി ഇവരുടെ അബൌട്ട് ദ ഫോണിലൊക്കെ നോക്കി കഴിഞ്ഞാൽ അണ്ടർ വാറണ്ടി ആണോ സംഭവമൊക്കെ കാണാൻ പറ്റും. പിക്സലിലാണ് ഇപ്പോൾ ഉണ്ട്, നമ്മുടെ ഐഫോണിൽ കാണിക്കുന്ന പോലെ പിക്സലിൽ പരിപാടിയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ മോഡലുകളൊക്കെ ഉണ്ട്. ഇവരുടെ സാംസങ് അക്കൗണ്ടിൽ കയറി കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും, ഫോൺ അണ്ടർ വാറണ്ടി ആണോ. നമ്മുടെ മൈ ഗാരേജ് എന്ന സംഭവം ഉണ്ട്, അതിൽ കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതല്ലാണ്ട് നമുക്കൊരു ഫോൺ പുതിയതായിട്ട് വാങ്ങിക്കാൻ പോകുമ്പോൾ IMEI നമ്പർ നോക്കിയിട്ട് അടിക്കുന്ന ഒരു പരിപാടി സാംസങ് ഇല്ല. അത് വൻ ഷോക്കായി പോയി ഇത്ര കാലമായിട്ട്. ബാക്കി എല്ലാ ബ്രാൻഡും ഉണ്ട്, ലോക്കൽ ബ്രാൻഡായിട്ടുള്ള എല്ലാവരൊക്കെ അടക്കമുണ്ട്. അപ്പോൾ ഇവർക്കില്ല എന്ന് പറയുമ്പോൾ അതൊരു വൻ എന്താ പറയുക, ഇത് ഉടായ്പാണ്. എന്താ വെച്ചാൽ ഇപ്പോൾ റീസെൻ്റ്ലി ഓൺലൈനിൽ നിന്ന് കുറേ പേര് സാംസങ് S24 സീരീസ് വാങ്ങിച്ചിട്ടൊക്കെ അത് പ്രീ ആക്ടിവേറ്റ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് കുറേ കംപ്ലൈൻറ്റ് കാണുന്നുണ്ട് ഉണ്ട് ആമസോണിനൊക്കെ. ഞാനും ആമസോണിൽ തന്നെ, പക്ഷേ എനിക്ക് ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ. ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഇതുപോലെ മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോംസ് നിന്ന് വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് ഇതുവരെ ഇഷ്യൂസും കാണുന്നില്ല കേട്ടോ. ഇൻക്ലൂഡിങ് ഇൻസ്റ്റാമാർട്ട് അടക്കം ഞാൻ വാങ്ങിച്ചു നോക്കിയാൽ എനിക്ക് ഇഷ്യൂസ് ഒന്നുമില്ല. എസ്പെഷ്യലി എനിക്ക് തോന്നുന്നത് കേരളത്തിൽ അങ്ങനെ പ്രശ്നങ്ങളില്ല. എനിക്ക് തോന്നുന്നത് നോർത്തിലൊക്കെ ഇൻസ്റ്റാമാർട്ടിൽ കുറേ ഉടായ്പ നടക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ കുറേ ആക്ടിവേറ്റഡ് ആയിട്ടുള്ള ഫോണുകളൊക്കെ വരുന്നുണ്ട്. അത് കുറേ നമുക്ക് ട്വിറ്ററിലും അല്ലെങ്കിൽ എക്സിലൊക്കെ നിങ്ങൾ കുറേ കാണാം. പക്ഷേ എനിക്ക് തോന്നുന്നു കേരളത്തിൽ അങ്ങനെ ഇഷ്യൂ ഇതുവരായിട്ടൊന്നും അങ്ങനെയൊന്നും റിപ്പോർട്ട് കണ്ടിട്ടില്ല. ഞാനിപ്പോൾ ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് കുറേ ഫോണുകൾ വാങ്ങിച്ചിട്ടുണ്ട്, കുറേ ബ്രാൻഡുകൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പോൾ മോട്ടോറോള ആയിക്കോട്ടെ, നത്തിങ് ആയിക്കോട്ടെ, വൺ പ്ലസ് ആയിക്കോട്ടെ, അങ്ങനെ കുറേ ബ്രാൻഡ് വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ എനിക്ക് ഇഷ്യൂസും കാണുന്നില്ല, എല്ലാം പുതിയ സാധനം തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഈ സാധനം നോക്കിയിട്ട് ശ്രദ്ധിച്ച് വാങ്ങിക്കുക. അതുപോലെ തന്നെ വേറെ നോക്കേണ്ട പോയിന്റാണ്, ഇത് ഓതറൈസ് സെല്ലറാണോ നോക്കിയിട്ട് വാങ്ങിക്കുക. എസ്പെഷ്യലി ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ OnePlus കാര്യം പറയുകയാണെങ്കിൽ OnePlus ഓതറൈസ് സെല്ലർ ആമസോൺ ആണ്, അല്ലെങ്കിൽ OnePlus സ്റ്റോർ ഉണ്ട്. ഓൺലൈനും ഉണ്ട്, ഓഫ്ലൈൻ ഇപ്പോൾ അവർ നിർത്തി, ഓൺലൈൻ ഉണ്ട്. OnePlus സ്റ്റോർ നിങ്ങൾ ഗാലക്സി അടിച്ചാൽ നമ്മുടെ എന്താ പറയുക പ്ലേ സ്റ്റോറിൽ അടിച്ചു കഴിഞ്ഞാൽ കിട്ടും. അല്ലെങ്കിൽ OnePlus വെബ്സൈറ്റ് പോയിട്ട് ഓർഡർ ചെയ്യുക, അല്ലെങ്കിൽ ആമസോൺ ഓർഡർ ചെയ്യുക. ശരിക്കും ഫ്ലിപ്കാർട്ടിൽ നിന്ന് ആക്ച്വലി OnePlus ഓതറൈസ് സെല്ലറല്ല. പക്ഷേ ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് കിട്ടുന്നതിനും വലിയ ഇഷ്യൂസ് ഒന്നും കണ്ടിട്ടില്ല. കുറേ പേർക്ക് ഒരു 98%, 97% ആൾക്കാർക്കും വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ലാണ്ട് OnePlus ഡിവൈസ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് കിട്ടുന്നുണ്ട്.
ഉടായ്പുണ്ട്. അത് പിന്നെ ഫ്ലിപ്കാർട്ടിൻ്റെ സ്വഭാവമാണല്ലോ, അവർ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തെങ്കിലും അവന്മാർ ഉടായ്പ എന്നിട്ട് കുറേ സെല്ലർമാർ അതിലുണ്ട്, അതും രണ്ട് ഇവന്മാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, വേറെ കാര്യം. അപ്പോൾ എപ്പോഴും പിന്നെ ഓപ്പൺ ബോക്സ് ഉള്ളത് കൊണ്ട് ആദ്യം ബോക്സ് കിട്ടിക്കഴിഞ്ഞാൽ ഈ IMEI നമ്പർ എന്താ പറയുക ചെക്ക് ചെയ്യുക. ഓപ്പൺ ബോക്സ് ആയതുകൊണ്ട് തന്നെ ഫോൺ ഓൺ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഈ IMEI നമ്പർ മാച്ച് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ തന്നെ നമുക്ക് കുറേ എന്താ പറയുക പണി കുറഞ്ഞു കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് കൺഫേം ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സാധനം കൺഫേം ചെയ്തിട്ട് മാത്രം ഇനി നിങ്ങൾ സ്മാർട്ട് ഫോൺ വാങ്ങിച്ചാൽ മതി. ഇപ്പം ഇനി അതും പോരാണ്ട് ഇപ്പം ഇനി നമ്മുടെ ഈ അടുത്ത മാസങ്ങൾക്ക് തൊട്ട് ഫോണുകളുടെ പ്രൈസൊക്കെ കൂടി തുടങ്ങും. ഓൾറെഡി ലോഞ്ച് ആയ ഫോണുകളുടെ പ്രൈസ് അടക്കം കൂടി തുടങ്ങും. അപ്പോൾ ഫോണുകളൊക്കെ വാങ്ങിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ, പ്ലാൻ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ വാങ്ങിക്കായിരിക്കും നല്ലത്. നമ്മുടെ ബാക്കിയുള്ള ചില യൂട്യൂബേഴ്സ് പറഞ്ഞ പോലെ തന്നെ ഇനി ഇപ്പോൾ ഫോൺ വാങ്ങിക്കേണ്ട, വെയിറ്റ് ചെയ്തോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് കൂടും. ഇപ്പോൾ എക്സാമ്പിൾ കുറേണൊക്കെ കൂടി. അപ്പോൾ iPhone 17 കൂടി, OnePlusൻ്റെ ഫോണുകൾ കൂടി, OnePlus 15R ഒക്കെ കൂടി, 50ൻ്റെ മുകളിലാണ്. ഇപ്പോൾ 46 47 ലോഞ്ചിങ് പ്രൈസ്. ഇപ്പോൾ 50ൻ്റെ മുകളിലാണ്. അങ്ങനെ എല്ലാം കൂടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നോക്കുന്നുണ്ടെങ്കിൽ, പ്ലാൻ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ വാങ്ങിക്കായിരിക്കും നല്ലത്. എപ്പോഴാണ് കൂടെന്ന് പറയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു കൂടാത്ത മോഡൽ എന്ന് പറയുന്നത് മോട്ടോറോള ഫോണുകൾ മാത്രമേ കൂടാണ്ടിരിക്കുന്നുള്ളതുകൊണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ഇറങ്ങിയ മോട്ടോറോള Edge 70 അടക്കം അത് ലോഞ്ചിങ് പ്രൈസ് നമുക്ക് കാർഡ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് 28,999 ആയിരുന്നു. പക്ഷേ അതിന് ശേഷം അത് കൂടിയായിരുന്നു, 32 സംതിങ് ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആദ്യം കുറഞ്ഞിട്ടുണ്ട്. അത് ഫ്ലിപ്കാർട്ട് കൂടിയതാണോ മോട്ടോറോള കൂടിയതാണോ എന്ന് അറിയില്ല. പക്ഷേ അത് കുറച്ച് കാലം കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മോട്ടോറോള Edge 70 അടക്കം കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ വില കൂടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നോക്കിയിരിക്കും നല്ലത്. ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ അത് ഓൺലൈൻ വാങ്ങിക്കാനും ഓഫ്ലൈൻ വാങ്ങിക്കാനും തന്നെ എന്താ പറയുക സംഭവം എപ്പോഴും ഓതറൈസ് സെല്ലറിൻ്റെ വാങ്ങിക്കാൻ നോക്കുക. അപ്പോൾ എസ്പെഷ്യലി OnePlusനൊന്നും ആക്ച്വലി ഓഫ്ലൈൻ ഓതറൈസേഷൻ ഇല്ല. ഒരു കടകളിൽ വാങ്ങിച്ചിട്ട് സെപ്പറേറ്റ് വേറെ ബൾക്കായിട്ട് വാങ്ങിച്ചിട്ട് അവർ വിൽക്കുകയാണ്. അപ്പോൾ വലിയ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാൽ വലിയ ഇഷ്യൂസ് വരാൻ ചാൻസ് ഇല്ല. പക്ഷേ ഈ ചെറിയ ചെറിയ കടകളിലുണ്ട് ഇതുപോലെ OnePlus ഡിവൈസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. വാറണ്ടി ബില്ല് എന്താ പറയുക ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് മുമ്പ് അറ്റ്ലീസ്റ്റ് OnePlusൻ്റെ സർവീസ് ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് മാത്രം വാങ്ങിക്കാട്ടോ. എന്ന് വെച്ചാൽ കുറേ പേർക്ക് ഇതുപോലെ ഇഷ്യൂ ആവുന്നുണ്ട്, എസ്പെഷ്യലി OnePlus ഫോണുകൾക്ക്. അപ്പോൾ പിന്നെ നമുക്കിപ്പോൾ എന്താ പറയുക ബാക്കിയുള്ള ഇപ്പോൾ V-Store പോലത്തെ കുറേ കടകളുണ്ടല്ലോ പ്രീ ആക്ടിവേറ്റ് ഇടുന്നത്. അപ്പോൾ എസ്പെഷ്യലി iPhone ചവറ് പോലെയല്ലേ വിറ്റുകൊണ്ടിരിക്കുന്നത്. എടുക്കാനായിട്ട് മുമ്പ് അതിൻ്റെ ബില്ല് ഒറിജിനൽ ബില്ല് V-Store ഒറിജിനൽ ബില്ല് തരുന്നില്ല കേട്ടോ. ഞാനിപ്പോൾ റീസെൻ്റ്ലി V-Store പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ എന്താ പറയുക അവർ ഒറിജിനൽ ബില്ല് കൊടുക്കുന്നില്ല. അവരുടെ ബില്ല്, അതായത് 15 ദിവസം വാറണ്ടി എന്ന് പറഞ്ഞിട്ട് ഒരു ബില്ലാണ് കൊടുക്കുന്നത്, ഒഫീഷ്യൽ ബില്ല്. ആ ഫോൺ ആരോ വാങ്ങിച്ചത് ആളുടെ ബില്ല് കൊടുക്കുന്നില്ല, ജസ്റ്റ് കാണിച്ചു തരുള്ളൂ. ആദ്യം നമ്മൾ ചോദിച്ചാൽ മാത്രം, അല്ലെങ്കിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കാൻ മറക്കരുത്. എന്ന് വെച്ചാൽ ഈ ഫോൺ വാങ്ങി ഇപ്പോൾ ആക്ച്വലി നമ്മുടെ ഫിനാൻസ് റൂളൊക്കെ ഉണ്ട്. ഇപ്പോൾ EMIയിലൊക്കെ ഇപ്പോൾ ഇത് വാങ്ങിക്കുകയാണെങ്കിൽ അവർക്ക് അടക്കം അഡ്മിനിസ്ട്രേറ്റർ സപ്പോർട്ട് കൊടുക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് EMI അടച്ചില്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യാൻ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പ്രീ ആക്റ്റീവ് ഡിവൈസ് എടുക്കുന്നവർക്കൊന്ന് ശ്രദ്ധിക്കട്ടെ. അത് ഫുൾ പൈസ കൊടുത്ത് വാങ്ങിച്ചതാണോ, അല്ലെങ്കിൽ എന്താ പറയുക അതിൽ EMI ആയിട്ട് എന്താ അഡ്മിനിസ്ട്രേറ്റർ ഇത് കൊടുത്തിട്ടുണ്ടോ, അതൊക്കെ നോക്കാൻ മറക്കരുത് ഫോണുകൾ. അല്ലെങ്കിൽ അത് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ റീസെൻ്റ്ലി കുറച്ച് കാലം മുമ്പ് തന്നെ ക്രോമേന്ന് ബജാജ് ഫിൻസറുകളിൽ വാങ്ങിച്ചിട്ട് അവർ അഡ്മിനിസ്ട്രേറ്റർ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് കുറേ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ റീസെൻ്റ്ലി. ഇവിടെ അല്ല, ബാംഗ്ലൂരാണെന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ സംഭവം നടക്കുന്നത്. ഇപ്പോൾ ആക്ച്വലി അങ്ങനെ റൂളും വന്നിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കാൻ മറക്കരുത്. ഈ പ്രീ ആക്ടിവേറ്റഡും V-Storeഉം സംഭവങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ അത് ശ്രദ്ധിക്കാൻ മറക്കരുത്. അവർ പലതും പറയും, അത് നോക്കിയിട്ട് മാത്രം വാങ്ങിച്ചാൽ മതിയില്ല. അതുപോലെ തന്നെ ഒഫീഷ്യൽ ബില്ല് വാങ്ങിച്ചു വെക്കാൻ മറക്കരുത്. അവർ പറയും വിവോൻ്റെ ഒക്കെ വാങ്ങിക്കാൻ പോയി അവർ പറയും ഞാൻ ആക്ച്വലി Vivo X300 Pro X300 അവിടെ നിന്ന് വാങ്ങിക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഒറിജിനൽ ബില്ലൊന്നും തരുന്നില്ല. അതിനുള്ളിൽ നമുക്ക് ഈ വാറണ്ടി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് ഈ വിവോൻ്റെ. നോർമലി ഇവർക്ക് ആക്ച്വലി ആ ഡീറ്റെയിൽസ് നോക്കി കഴിഞ്ഞാൽ ഇവർക്ക് കിട്ടും. പക്ഷേ ചില സമയത്ത് എന്തെങ്കിലും ഇഷ്യൂസ് വന്നാൽ ചിലപ്പോൾ ഒരു ഇൻവോയ്സ് ചോദിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പെടും. ഇവർ ഇൻവോയ്സ് ഒറിജിനൽ തരുന്നില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് മാത്രം വാങ്ങിക്കാട്ടോ. വില കുറവ് നോക്കിയിട്ട് വാങ്ങിക്കാം. ഇപ്പോൾ പ്രീ ആക്ടിവേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു 10 ദിവസം 15 ദിവസം കുറഞ്ഞ എന്താ പറയുക കഴിഞ്ഞ ഡിവൈസ് അത്യാവശ്യം പ്രൈസ് ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അതല്ലാണ്ട് ഫ്രഷ് പീസിൻ്റെ മോഡലിൻ്റെ പ്രൈസ് കൊടുത്തിട്ട് പ്രീ ആക്ടിവേറ്റ് ഡിവൈസ് വാങ്ങിക്കേണ്ട നമുക്ക് ആവശ്യമില്ലല്ലോ. ഒരു മാസം ആക്ടിവേറ്റ് ചെയ്ത ഫോൺ എന്താ പ്രീ ആക്ടിവേറ്റഡ് ആയിക്കോട്ടെ, 10 ദിവസം ആയിക്കോട്ടെ, 5 ദിവസം ആയിക്കോട്ടെ, അത് സെക്കൻഡ് ഹാൻഡ് ഫോണായി. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പ്രൈസ് കുറവ്. 2 ദിവസം കുറഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസം മുമ്പ് ആക്ടിവേറ്റഡ് ആണെങ്കിൽ നമ്മളും ഇപ്പോൾ ഫോൺ വാങ്ങിച്ചൊരു സെലക്ട് ചെയ്യുമ്പോൾ അങ്ങനെ പ്രൈസ് കൊടുത്തിട്ടാണ് കൊടുക്കുന്നതല്ല. നമുക്ക് വാങ്ങിച്ച പ്രൈസ് കൊടുക്കാൻ പറ്റില്ലല്ലോ. അത് ഓൾറെഡി സെക്കൻഡ്സ് ആയി. ആ EMI നമ്പർ അല്ലെങ്കിൽ ആ സംഭവം ഓൾറെഡി നമ്മുടെ സിം ഇട്ടപ്പോൾ രജിസ്റ്റർ ആയിട്ടുണ്ട്. അപ്പോൾ നല്ല സെല്ലർമാരെ ഒന്ന് വാങ്ങിക്കാവോ, പരിചയമുള്ള സെല്ലർമാരെ ഒന്ന് വാങ്ങിക്കാട്ടെ. അതുപോലെ തന്നെ ഒഫീഷ്യൽ ബില്ല് വാങ്ങിക്കാനും മറക്കരുത്. എന്നുവെച്ചാൽ ഈ ഫസ്റ്റ് സിം എന്ന പേരിലാണ് രജിസ്റ്റർ ആവുക. അപ്പോൾ ആപ്പിൾ അടക്കം, ഇപ്പോൾ ആപ്പിളും വിവോ അടക്കം അവരുടെ ആപ്പിൾ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇനീഷ്യൽ രജിസ്ട്രേഷൻ വരുന്നത് ഫസ്റ്റ് സിമ്മിൻ്റെ പേരില്ല, IMEI നമ്പർ വെച്ചിട്ട് രജിസ്റ്റർ ആവുന്നുണ്ട്. പിന്നെ നമുക്ക് ബാക്കിയുള്ള സിം വരുമ്പോഴും അത് പോകുന്നുണ്ട്. പക്ഷേ ഇനീഷ്യൽ രജിസ്ട്രേഷൻ വരുമ്പോൾ നത്തിങ്ങിൻ്റെ ഫോണൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ അതുപോലെ സെക്കൻഡ്സ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഒറിജിനൽ ബില്ല് ചോദിക്കാൻ മറക്കരുത്. ഈ V-Storeലൊക്കെ പോയിട്ട് അവന്മാർ തരുന്നില്ല. ഞാനിപ്പോൾ റീസെൻ്റ്ലി പോയി നോക്കിയിരുന്നു X300ന്, അവർ തരുന്നില്ല കേട്ടോ.
അപ്പോൾ അത് ചിലപ്പോൾ ചുമ്മാ കാണിച്ചു തന്നിട്ട് അവർ ഡിലീറ്റ് ചെയ്യുന്ന കളയണമൊക്കെ ഉണ്ട്. സ്ക്രീൻഷോട്ടൊക്കെ അയച്ചിട്ട് ഞാൻ ഇതുപോലെ ചോദിച്ചപ്പോൾ അവർ ഇതുപോലെ എനിക്ക് അയച്ചു തന്നിട്ട് പിന്നെ അവർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഏത് ഫോൺ ആയിക്കോട്ടെ ഒറിജിനൽ ബില്ല് ചോദിക്കാൻ മറക്കരുത്. ഒറിജിനൽ ബില്ലുണ്ടെങ്കിൽ മാത്രം മതി എന്ന് പറഞ്ഞാൽ മതി. അവരുടെ ബില്ല് ഒരു കാര്യമില്ല, കമ്പനിയിലേക്ക് പോയി കഴിഞ്ഞാട്ടാ അത് വേറെ കാര്യം. അത് പുറത്തിട്ട് വാങ്ങിക്കുക. വില കുറവ് വെച്ചാൽ ചവറ് പോലെയാണ് അവിടെ ആൾക്കാർ വന്നിട്ട് ഐഫോണൊക്കെ വാങ്ങിച്ചോണ്ട് വന്നു. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു അവിടെ അല്ല, അങ്ങനത്തെ കുറേ കടകളുണ്ടല്ലോ ഇപ്പോൾ. അപ്പോൾ അതിൻ്റെ കാര്യം പറഞ്ഞു മാത്രമല്ലോ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വിളണം.